ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുന്ന വചനമെല്ലാം ഒരേ രീതിയിലുള്ള വചനങ്ങളാണ്. इन दिनों में जो मैं प्रचार करता हूँ सब एक समान है. യേശുവിന്റെ വരവിനെ പറ്റിയോ प्रभु यीशु मसीह के आगमन के लिए അതോടെ തുടർന്നുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത് മൊത്തം. या फिर उससे संबंधित वचनों के बारे में बताता हूँ. ആ നിലയിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ എന്റെ ഉള്ളിൽ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. परमेश्वर की आत्मा इन बातों को बताने के लिए मुझे प्रेरणा देता है, इसलिए मैं इसे बता रहा हूँ. പ്രസംഗിക്കുവാൻ ഇഷ്ടം പോലെ വചനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. मुझे प्रचार करने के लिए परमेश्वर ने बहुत सारा वचन दिया है. ദൈവാത്മാവിന്റെ പ്രേരണ ലഭിക്കുന്ന വിഷയങ്ങളെ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. लेकिन परमेश्वर की आत्मा जिस वचन का प्रचार करने के लिए मुझे प्रेरणा देता है मैं उसी का प्रचार करता हूँ. 110ാമത്തെ സങ്കീർത്തനമാണ് വായിച്ചത്. आज हमने 110 भजन पढ़ा. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ये बहुत ही आशीषदायक भजन है. ഇത് മശിഹ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശനമാണ് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. इस वचन में परमेश्वर के प्रभु यीशु मसीह के आगमन के बारे में बताया गया है. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ये जो भजन है दाऊद के द्वारा लिखा गया है. ദാവീദ് ഒരു പ്രവാചകനാണ്. दावीद एक भविष्यवक्ता है. അപ്പോൾ ആത്മാവിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് താൻ ഈ സങ്കീർത്തനം പാടിയിരിക്കുന്നത്. आत्मा में प्रभु यीशु मसीह के लिए उसने ये भजन गाया था. താൻ ഇത് എഴുതിയ പശ്ചാത്തലമൊന്നും നമുക്കറിയത്തില്ല. ये किस कारण लिखा है इसके बारे में हमें नहीं पता. സങ്കീർത്തനത്തിലേക്ക് എല്ലാവരും നിങ്ങളുടെ ശ്രദ്ധകളെ തിരിക്കുക. इसलिए इस भजन की ओर सभी लोग अपना ध्यान रखें. യേശുക്രിസ്തുവിന്റെ മഹത്വമാണ് ഈ സങ്കീർത്തനത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. इस भजन का जो मेन मुद्दा है वो प्रभु परमेश्वर की आराधना या महत्व देना. അപ്പോൾ തന്നെ യേശുക്രിസ്തു രാജാവായിട്ട് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നുണ്ട്. इस भजन संगीता में प्रभु यीशु मसीह को राजा के समान बताया गया है. യേശുക്രിസ്തുവിനെ പുരോഹിതനായിട്ട് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നുണ്ട്. प्रभु यीशु मसीह को पुरोहित के समान इस भजन संगीता में बता रहे हैं. യേശുക്രിസ്തുവിനെ ന്യായാധിപതിയായിട്ട് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നുണ്ട്. ये जो भजन संगीता है परमेश्वर को प्रभु यीशु मसीह को न्याय करने वाले के समान बताया गया है. അപ്പോൾ നമ്മുടെ കർത്താവ് രാജാവാണ്. इसका मतलब हमारा जो प्रभु है वो राजा है. നമ്മുടെ കർത്താവ് പുരോഹിതനാണ്. दूसरा हमारा जो प्रभु है वो पुरोहित है. മൂന്ന് നമ്മുടെ കർത്താവ് ന്യായാധിപനാണ്. तीसरा हमारा प्रभु न्याय करने वाला है. അതിൽ ഒരു ശുശ്രൂഷ മാത്രമേ യേശു ഇതുവരെ തികച്ചിട്ടുള്ളൂ. उसमें से सिर्फ एक ही बात प्रभु की पूरी हुई है. അത് പുരോഹിത ശുശ്രൂഷയാണ്. वो सिर्फ पुरोहित या याजक की. മറ്റ് രണ്ട് ശുശ്രൂഷകളും പദവികളും യേശുക്രിസ്തു ഇനി ആ പദവിയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. बाकी जो दो बातें हैं प्रभु यीशु मसीह उसकी ओर आने वाले हैं. അപ്പോൾ തന്നെ കർത്താവിന്റെ അല്ലെ വിശുദ്ധന്മാരെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. यहाँ पर प्रभु यीशु मसीह के जो भक्त लोग उसके बारे में बताया गया है. 110ന്റെ 3ാമത്തെ വാക്യം 110 भजन संगीता का तीसरा आयत. पढ़ो हिंदी में और मलयालम में पढ़ो. तेरी प्रजा के लोग तेरे पराक्रम के दिन स्वेच्छा बलि बनते हैं. तेरे जवान लोग पवित्रता से शोभायमान और भोर के गर्भ से जन्मी हुई ओस के समान तेरे पास हैं. मैं मलयालम में भी पढ़ो. നിന്റെ സേനാധിപത്യത്തിൽ നിന്റെ ജനം നിനക്ക് സമാധാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ദൈവത്തിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. മതി. ഇത് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരെ കുറിച്ചാണ് 3ാമത്തെ വാക്യത്തിൽ കാണുന്നത്. यहाँ पर जो तीसरा अंदर पढ़ते हैं जो जी उठे परमेश्वर के लोगों के बारे में बताया गया है. ആ പഴയ നിയമത്തിൽ രണ്ടിടത്ത് വിശുദ്ധന്മാർ ഉയർപ്പിനെ കുറിച്ച് ശക്തമായിട്ട് പറയുന്നുണ്ട്. पुराने नियम में दो जगह पे परमेश्वर के लोग जो जी उठे हैं उसके बारे में बताया गया है. അതിലൊന്നാണ് നാം വായിച്ച 110ന്റെ 3ാമത്തെ വാക്യം. उसमें से एक है आज हमने पढ़ा हुआ भजन संगीत 110 का तीसरा आयत. അടുത്തത് യെശയ്യാ പ്രവചനം 26ന്റെ 19ാമത്തെ വാക്യമാണ് വായിക്കേണ്ട. दूसरा उसके बाद पढ़ेंगे यशायाह किताब 26वां अध्याय उसका 29वां आयत. 19वां आयत. അവിടെ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. वहां पर भी जी उठे परमेश्वर के भक्त के बारे में बताया गया ഈ है. 110ന്റെ 3ാമത്തെ വാക്യത്തിൽ ये 110 भजन संगीता का तीसरा आयत ആ ഉയർത്തെഴുന്ന വിശുദ്ധന്മാരുടെ ആ തേജസ്സിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. यहाँ पर जो जी उठे परमेश्वर को लेकर उसके पराक्रम के बारे में बताया गया है. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. वहां पर लिखा है कि लोग पवित्रता से शोभायमान और भोर के गर्भ से जन्म हुई ओस के समान तेरे पास है. നമ്മളെ മരിച്ച് അടക്കപ്പെടുന്ന ശരീരത്തിലല്ല നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. हम जिस शरीर में मरकर जिसमें हमें दफना जाता है उस शरीर में ही हम नहीं जी उठते हैं. നമ്മൾ തേജസ് പ്രാപിച്ച ശരീരത്തിലാണ് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത്. हमें एक पराक्रम में पवित्रता से शोभायमान शरीर में हम जी उठते हैं. ഈ ഉഷസ്സിന്റെ ഉദരത്തൊക്കെ ആലങ്കാരികമായ ഉപമാനമായ വാചകങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. यहाँ पर जो लिखा हुआ भोर के गर्भ से
जन्मी हुई ओस के समान तेरे पास है। എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ അതേ തേജസ് നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. इसका मतलब है कि यीशु मसीह जब जी उठे थे, जो उनके पास तेजस था, उसी तेजस में हम भी जी उठेंगे। അപ്പോൾ ദൈവമക്കളെ ദൈവിക തേജസ് ദൈവത്തോടു കൂടെ പ്രാപിച്ച് ദൈവത്തോടു കൂടെ നമ്മൾ വാഴുവാൻ പോകുകയാണ്. इसलिए प्रभु यीशु मसीह के जो तेजस है, हम प्रभु से प्राप्त कर कर हम जी उठने वाले हैं। ആ ദൈവമക്കളെ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ സംഭവിച്ച പല കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. प्रभु यीशु मसीह के पहले आगमन के समय जो बातें उसके बारे में यहाँ पर बहुत कुछ बताया गया है। യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നടക്കുവാനിടയായി തീർന്നു. प्रभु यीशु मसीह के पहले आगमन में प्रधान रूप से 3 बातें हुई थी। വായിക്കാം, എബ്രായ ലേഖനം എടുത്താട്ട് पहले हम पढ़ेंगे इब्रानियों की किताब, 9-ാമത്തെ അധ്യായം उसका 9वां आयत, അതിന്റെ 26-ാമത്തെ വാക്യം. എബ്രായർ 9-26 വാക്യം വായിച്ചാട്ട് इब्रानी की किताब 9वां अध्याय उसका 26वां आयत। ആ മുതൽക്ക് അവൻ പലപ്പോഴും നഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. മതി. ഹിന്ദി में भी पढ़ो. नहीं तो जगत की उत्पत्ति से लेकर उसको बार-बार दुख उठाना पड़ता, पर अब युग के अंत में वह एक ही बार प्रकट हुआ है ताकि अपने ही बलिदान के द्वारा पाप को दूर कर दे. 24 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 24वां आयत हम नीचे की ओर पढ़ेंगे तो യേശുക്രിസ്തുവിന് 3 വെളിപ്പെടുകൾ അല്ലെങ്കിൽ 2 പ്രാവശ്യം ഭൂമിയിലേക്ക് വരുന്നത്, ഒന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷനായ കാര്യം ഇവിടെ കാണുവാൻ കഴിയും. यहाँ पर हम देख सकते हैं कि 2 बार प्रभु यीशु मसीह पृथ्वी पर आने का और एक बार स्वर्ग पर दिखने के बारे में बताया गया है। അപ്പോൾ ഒന്നാമത്തെ വരവിൽ എന്തിനു വേണ്ടി വന്നെന്നാണ് 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 26वां आयत में यहाँ लिखा है कि प्रभु यीशु मसीह इस दुनिया पर क्यों आया। അവിടെ എഴുതിയിരിക്കുന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. वहां पर लिखा हुआ है कि जगत की उत्पत्ति से लेकर उसको बार बार दुख उठाना पड़ता, पर अब युग के अंत में वह एक बार प्रकट हुआ है। ഹിന്ദിയിലാണ് അത് കുറേ കൂടെ നന്നായിട്ട് എഴുതിയിരിക്കുന്നത്. हिंदी में थोड़ा और अच्छे तरीके से यहाँ पर बताया गया। ലോകാവസാനത്തിൽ നിന്ന് മലയാളത്തിൽ കാണുന്ന പ്രയോഗം തെറ്റാണ്. दुनिया के अंत में जो मलयालम में लिखा गया वो गलत അത് लिखा है। യുഗാവസാനം എന്നാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. उसका जो सही लिखा गया वो युग के अंत के बारे में लिखा है। ഗലാത്യർ 4:4 പറയുന്നു കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ എന്നാണ് അവിടെ പറയുന്നത്. गलातियों के 4:4 में लिखा है कि इस काल के अंत में, എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കേണ്ട സമയം വന്നപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. वहां पर लिखा हुआ है कि प्रभु यीशु मसीह को इस दुनिया के अंत में प्रभु यीशु मसीह को परमेश्वर ने दुनिया में भेजा। അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് प्रभु यीशु मसीह दुनिया पर आकर 3 കാര്യമാണ് പ്രധാനമായിട്ടും നടന്നത്. 3 बातें प्रधान रूप से हुआ है। ഒന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. पहला है कि प्रभु यीशु मसीह को क्रूस पर टांगना। ഒന്ന് യേശുവിനെ ക്രൂശീകരിച്ചു, ക്രൂശിൽ തറച്ചു, അല്ലെ യേശുവിന്റെ മരണം. या फिर दूसरा प्रभु यीशु मसीह का मृत्यु। ആ 2 യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. दूसरा प्रभु यीशु मसीह का जी उठना। അടുത്തത് യേശുവിന്റെ സ്വർഗാരോഹണം. तीसरा प्रभु यीशु मसीह का स्वर्ग पर जाना है, स्वर्गारोहण। വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ये बातें हम ध्यान से सुने तभी समझ में आए। എബ്രായ ലേഖനമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഭാഗങ്ങളാണ്. इब्रानियों की किताब में कुछ बातें जल्दी समझ में नहीं आता है। ദാവീദിന്റെ ഗോലിയാത്തിന്റെ അല്ല ചെങ്കടലൊക്കെ പറയാൻ വളരെ ഈസിയാണ്. दाऊद या गोलियत या लाल समुद्र के बारे में बहुत इजी കഥ बताया। പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. कहानी बताएंगे तो बहुत जल्दी समझ में आता है। എന്നാൽ എബ്രായ ലേഖനം, റോമാ ലേഖനം, ഗലാത്യ ലേഖനമൊക്കെ വളരെ കഠിനമുള്ള പുസ്തകങ്ങളാണ്. लेकिन इब्रानियों किताब या रोमियो किताब कुछ एक कठिन एक किताबें हैं। അതുകൊണ്ട് വളരെ നിങ്ങൾ വാക്യത്തിന് ശ്രദ്ധ കൊടുക്കണം. इसलिए उसमें जो वाक्य लिखे हैं उसको हम ध्यान से देखेंगे। യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ നടന്നു. मैंने जिस तरह बताया कि प्रभु यीशु मसीह के पहले आगमन में 3 बातें हुई। ഒന്ന് യേശുവിൻ്റെതായിരിക്കുന്ന മരണം. पहला प्रभु यीशु मसीह की मृत्यु। 2 ഉയർത്തെഴുന്നേൽപ്പ്. दूसरा परमेश्वर का जी उठना। 3 സ്വർഗാരോഹണം. तीसरा प्रभु यीशु मसीह का स्वर्ग जाना है, स्वर्गारोहण। ഇതൊരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് ഇതൊരിക്കൽ പ്രസംഗിക്കുവാൻ തയ്യാറാക്കിയ ഒരു വേദഭാഗമായിരുന്നു. इसके बारे में इससे पहले मैंने बातें कही या नहीं मुझे ध्यान नहीं है, लेकिन मैं ये भजन तैयार जरूर किया। അപ്പോൾ ഈ 3 കാര്യത്തിൽ കൂടെ വിശ്വാസികളാണ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് അനുഗ്രഹം കിട്ടിയത്? इन 3 बातों से विश्वासी रूपी हमारे जीवन में क्या आशीष प्राप्त
അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്ത് അനുഗ്രഹമാണ് ഈ മൂന്ന് വിഷയത്തിൽ കൂടെ ലഭിച്ചത്? या फिर मनुष्य को इस 3 बातों से क्या आशीष प्राप्त हुआ? യേശുക്രിസ്തുവിന്റെ മരണത്താൽ എന്താണ് സംഭവിച്ചത്? प्रभु यीशु मसीह के मृत्यु के कारण क्या हुआ? യേശുക്രിസ്തുവിന്റെ മരണത്താലാണ് നമ്മുടെ ശുദ്ധീകരണം നടന്നത്. प्रभु यीशु मसीह के मृत्यु के कारण ही हम सबका शुद्धिकरण हुआ है। യേശു കാൽവരിയിൽ മരിച്ച് രക്തം ചിന്തിയതിന്റെ ഫലമാണ് ദൈവമക്കളെ നമ്മൾ വിശുദ്ധന്മാരായി തീർന്നത്. प्रभु यीशु मसीह ने क्रूस पर अपना लहू बहाया, उसी कारण हम लोग शुद्ध हुए हैं। ഒരു വാക്യം പെട്ടെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കുക. एक वचन हम पढ़ेंगे, इब्रानी किताब 10वां अध्याय उसका 10वां है। उसी इच्छा से हाँ। हम यीशु मसीह की देह के हाँ। एक ही बार बलिदान चढ़ाए जाने के द्वारा पवित्र किए गए। മലയാളം में भी पढ़ो. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ആ. ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. ആ ഇഷ്ടം എന്ന് പറയുന്ന പിതാവാം ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ചാണ് പറയുന്നത്. उसी इच्छा मतलब प्रभु परमेश्वर की इच्छा के बारे में बताया गया। അപ്പോൾ തന്റെ പുത്രൻ മുഖാന്തരം പാപികളായ മനുഷ്യർക്ക് രക്ഷയുണ്ടാകണം എന്നായിരുന്നു പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. हाँ, परमेश्वर की इच्छा थी कि प्रभु यीशु मसीह के द्वारा पापी रूपी हम मनुष्य का उद्धार हो। അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിൽ പിതാവ് തന്റെ പുത്രനെ അയച്ച സ്നേഹത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. इसलिए हमारे उद्धार के लिए परमेश्वर का हम उस स्नेह को याद करें जिसने अपने इकलौता पुत्र को हमारे लिए दे दिया। അതാണ് 1 യോഹന്നാൻ 3:1 കാണുന്നത്. वही हम पहला यूहन्ना किताब पहला अध्याय उसका 3 आयत में देखते हैं। കാൺമീൻ, നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. हमें अपने आप को प्रभु परमेश्वर के बच्चे कहलाने के लिए प्रभु ने हमसे कितना प्रेम किया। ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊള്ളണം ദൈവമക്കൾ. प्रभु परमेश्वर को हमेशा हम धन्यवाद देना है। സ്വന്തം പുത്രനെ ആദരിക്കാതെ प्रभु Praise the Lord. अपने स्वयं के पुत्र का आदर ना करते हुए പാപികളും ദോഷികളുമായിരുന്നു നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹം. हम लोग जो पापी मनुष्य थे हम लोग को प्रेम करने वाला उस परमेश्वर का स्नेह। അതുമാത്രമല്ല സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അതോടുകൂടെ സകലതും തരാമെന്നാണ് ദൈവത്തിന്റെ വചനം. यही नहीं, अपने इकलौते पुत्र को जो हमारे दे दिया वही नहीं, उससे ज्यादा हमें देने वाला हमारा परमेश्वर। ദൈവമക്കളെ, ഏറ്റവും വലിയ ദാനം ദൈവം മനുഷ്യർക്ക് കൊടുത്തത് തന്റെ സ്വന്തം പുത്രനെയാണ്. मनुष्य के लिए सबसे बड़ा दान जो प्रभु परमेश्वर ने दिया कि अपने इकलौता पुत्र दे दिया। സ്വന്തം പുത്രനെ തന്നെയും നിങ്ങളെയും വീണ്ടെടുത്തെങ്കിൽ यदि अपना इकलौता पुत्र को हमें देकर उद्धार हमें परमेश्वर ने दिया है അതോടുകൂടെ ഭൂമിയിൽ നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ എന്റെയും നിങ്ങളുടെയും ദൈവശക്തനാണെന്ന് മറന്നു പോകല്ലേ. ये हम बातें नहीं बोले कि यदि अपना इकलौता पुत्र परमेश्वर हमें दे सकता है तो हमें इस दुनिया की सभी चीजें परमेश्वर दे അതുകൊണ്ട് सकता है। ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുക. इसलिए इन दिनों में हम प्रभु परमेश्वर के और अधिक करीब जाएं। അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്താലാണ് നമ്മുടെ ശുദ്ധീകരണം നടന്നത്. इसका मतलब है कि प्रभु यीशु मसीह के क्रूस की मृत्यु के कारण ही हम लोग शुद्ध हुए हैं। യേശുവിന്റെ രക്തമാണ് നമ്മുടെ പാപക്കറകളെ കഴുകി വിശുദ്ധീകരിച്ചത്. प्रभु यीशु मसीह के खून के द्वारा ही हमें शुद्धता प्राप्त हुआ। ഇതെപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ये हमारे जीवन में कब हुआ है? എപ്പോഴാണ് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചത്? कब हमारा शुद्धिकरण हुआ है? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, जब हमने प्रभु यीशु मसीह को अपना उद्धारकर्ता के रूप में स्वीकार कर लिया। ദൈവമക്കൾ, നമ്മൾ അറിയാത്ത അനേക ആത്മീയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു. हमारे जीवन में ऐसी आत्मिक कार्य हुए हैं जिसके बारे में हमें स्वयं को नहीं पता। മാനുഷ്യമായ കണ്ണുകൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഒന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. एक मानसिक रूप में जो हमारे आंखें के द्वारा हम प्रभु को देखते हैं तो हम परमेश्वर को स्वीकार नहीं कर सकते। ആത്മീയമായ പല പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. लेकिन आत्मिक रूप से कई काम हमारे जीवन में प्रभु परमेश्वर करता है। അതിലൊന്നാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. उसमें से एक है शुद्धिकरण। സകല പാപങ്ങള് യേശുവിന്റെ രക്തം നമ്മെ കഴുകി വിശുദ്ധീകരിച്ചു. सभी प्रकार के पापों से प्रभु यीशु मसीह ने हमें छुड़ाया है। അത് 1 യോഹന്നാൻ 1:7 കാണുവാൻ കഴിയും. उसके बारे में पहला यूहन्ना किताब पहला अध्याय 7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, प्रभु परमेश्वर का इकलौता पुत्र प्रभु यीशु मसीह का लहू സകല പാപങ്ങളും പോക്കി നമ്മെ കഴുകി വിശുദ്ധീകരിച്ചു. सभी प्रकार के पापों को हमसे दूर करके प्रभु ने शुद्ध किया। അപ്പോൾ ഒരിക്കൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. इसका मतलब है कि हम लोग शुद्ध या शुद्धिकरण प्राप्त किए लोग हैं। പാപക്ഷമ ലഭിച്ചവരാണ്. पाप के द्वारा हमें मुक्ति मिली है। അതുകൊണ്ട് യേശു പാപിനിയായ സ്ത്രീയെ ഇവിടെ പറഞ്ഞു, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. इसलिए प्रभु ने उस पापी स्त्री से कहा कि तेरे पाप से तुझे छुटकारा प्राप्त हो चुका है। അടുത്തത്, ഇനിയും നീ പാപം ചെയ്യരുത്.
अब तू पाप ना करना। ഇനിയും പാപം ചെയ്താൽ പാപത്തിന് വേണ്ടി യേശു കുരിശിൽ മരിക്കത്തില്ല. यदि तूने पाप किया तो प्रभु यीशु मसीह स्वर्ग में तेरे पाप के लिए नहीं അതുകൊണ്ടാണ് मरेंगे। സങ്കീർത്തനം 4:4 ദാവീദ് പറയുന്നു, इसलिए भजन संहिता 4:4 में दाऊद कहता है, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. इसलिए तुम लोग पाप ना करो। അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്താലാണ് നമ്മുടെ ശുദ്ധീകരണം നടന്നത്. ऐसा मतलब है कि प्रभु यीशु मसीह के मृत्यु के द्वारा हमारा शुद्धिकरण हुआ है। 1 പത്രോസ് 1:8 കാണുവാൻ കഴിയും, पहला पत्रस की किताब पहला अध्याय 8वें आयत में लिखा हुआ നമ്മളെ है വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ നശിച്ചു പോകുന്ന ഒരു വസ്തുവിനെയും കൊണ്ടല്ല, कि हमारा जो उद्धार जो नाशवान वस्तु से नहीं, ആ നിർദോഷവും നിർമ്മലമായ യേശുവിന്റെ രക്തത്താൽ, शुद्ध प्रभु यीशु मसीह के लहू के द्वारा हमारा उद्धार हुआ है। ദൈവവൈതലെ എന്നെയും നിന്നെയും സ്വന്തമാക്കുവാൻ യേശു കാൽവറിയിൽ തന്റെ തിരുഹൃദയം തകർന്ന് തന്റെ ക്രൂസിലെ രക്തമാണ് നമ്മെ വീണ്ടെടുത്തത്. मेरे और आपको पाप छुड़ाने के लिए प्रभु यीशु मसीह ने अपना खुद का लहू हमारे लिए बहाया है। ആമേൻ. യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ വീണപ്പോൾ प्रभु यीशु मसीह का लहू जो हमारे जीवन में गिरा, നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുവാൻ ഇടയായി തീർന്നു. हमारा जो पाप है वो सब धुल गए। ഇനി നമ്മൾ പാപിയല്ല, इसलिए अब हम पापी नहीं है। ഇനി നമ്മൾ പാപിയല്ല. अभी हम पापी नहीं है। ഇനി ആരും പ്രാർത്ഥിക്കല്ലേ പാപിയും ദോഷിയുമായി എന്നോട് കണ്ണു തോന്നണമെന്ന് ഒരു വിശ്വാസിയും പ്രാർത്ഥിക്കരുത്. इसलिए कोई भी विश्वासी अभी प्रार्थना ना करे कि मैं पापी हूँ। അത് പല വിശ്വാസി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. कई विश्वासी लोगों को ऐसे प्रार्थना करते मैंने പാപിയും सुना है। ദോഷിയും എന്ന് മനസ്സിൽ ദൈവമക്കളെ രക്ഷിക്കപ്പെടാത്ത വ്യക്തി അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. जो जिन्होंने अपना उद्धार प्राप्त नहीं किया ऐसे लोग ऐसा प्रार्थना करना അപ്പോൾ चाहिए। ഒരു വിശ്വാസി പാപി എന്ന് പറയരുത്. इसलिए एक विश्वासी पापी हूँ ऐसा ना बोले, കാരണം എന്താ? പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. क्योंकि पापी लोगों की प्रार्थना प्रभु नहीं सुनता। നമ്മളാണ് ദൈവത്തിന്റെ മക്കളാണ്. हम सभी परमेश्वर के बच्चे हैं। യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് നമ്മൾ. प्रभु यीशु मसीह के लहू से शुद्ध प्राप्त हुए നമ്മൾ लोग ആരാണ്? हैं। വിശുദ്ധന്മാരാണ്. हम लोग पवित्र लोग हैं। ഒരു അശുദ്ധിയും ഇനി ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. कोई भी अशुद्ध वस्तु हमारे जीवन में अब नहीं आना चाहिए। ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. हमारे जीवन में कोई भी बुरे काम नहीं आएंगे ऐसा मैं എന്നിൽ नहीं कहता। പാപമില്ലെന്ന് ഒരു വ്യക്തിക്കും പറയുവാൻ കഴിയത്തില്ല. कोई भी व्यक्ति ये नहीं कह सकता कि मेरे जीवन में पाप नहीं है। വചനം പറയുന്നു, वचन कहता है, എന്നിൽ പാപമില്ലെന്ന് പറയുന്നവൻ അവൻ കള്ളനാ. जो वचन कहता है, जो कहता है कि मुझ में पाप नहीं है वो झूठ बोलता है। എന്നാൽ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത്. लेकिन हम जानबूझकर पाप ना करें। അറിഞ്ഞുകൊണ്ട് ആർക്കും ദോഷം ചെയ്യരുത്. जानबूझकर किसी के प्रति दोष ना വചനത്തിന് करें। വിരുദ്ധമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരല്ലേ. वचन के विपरीत कोई भी काम हम ना करें। അഥവാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ यदि कोई ऐसा पाप की अवस्था आती है, യേശുവേ എന്നെ കഴുകണമേ, वो परमेश्वर मुझे धो ले। യേശുവേ എന്നെ കഴുകണമേ, परमेश्वर मुझे धो ले। നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. तेरे पवित्र लहू से मुझे धो ഓ ले। യേശുവിന്റെ രക്തം ഇന്ന് സ്വർഗ്ഗത്തിലുണ്ട് ദൈവമക്കളെ. परमेश्वर का लहू स्वर्ग पर है आज। അതുകൊണ്ടാണ് എബ്രായർ 12 പൗലോസ് പറയുന്നത്, इसलिए प्रेरित पौलुस इब्राहिम ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യകാര രക്തത്തിന്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. एक शुद्ध रूप Yes. एक शुद्ध Praise the परमेश्वर Lord. के लहू के सम्मुख हम लोग आए हुए हैं। യേശുവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. प्रभु यीशु मसीह का पवित्र लोगो हमारा शुद्धिकरण कर रहा അന്നേ है। നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു. पहला है कि हम लोग शुद्धिकरण हमारा हो चुका है। എന്നാൽ മാലിന്യം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. एक अशुद्ध दुनिया में हम लोग जीते हैं। അവന്റെ രക്തം നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. प्रभु यीशु मसीह का लहू हमें शुद्ध करता रहता है। സന്ധ്യാസമയത്ത് എന്നും ദൈവസന്നിധി വന്നിരുന്നു പ്രാർത്ഥിക്കണം. शाम के समय हमेशा परमेश्वर सम्मुख बैठ യേശുവേ, कर प्रार्थना करें ഇന്ന് എന്റെ ജീവിതത്തിൽ വന്ന ബലഹീനതകളെ നീ ക്ഷമിക്കണമേ. कि प्रभु आज हमारे जीवन में जो भी अशुद्ध बातें हैं, पाप उसको तो क्षमा कर। എന്റെ വാക്ക് നടപ്പ് പ്രവൃത്തി നിനക്ക് ഹിതമല്ലാത്തത് വന്നിട്ടുണ്ടെങ്കിൽ मेरे जीवन में यदि आपके विपरीत कोई काम हुआ है तो വചനം പറയുന്നു നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. वचन कहता है कि हम अपने आप की शोधना या जांच करें। ആ തിരുമേശയോടുള്ള ബന്ധത്തിൽ കോരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യമാണ്, प्रभु बोझ के संबंध में कोरिन्थियों की किताब में पढ़ते हैं നമ്മൾ നമ്മെ തന്നെ വിധിക്കണം. कि हम अपने आप को हमारी जांच या ആ शोधना करें। നമ്മെ തന്നെ ശോധന ചെയ്യണം. अपने आप की हम स्वयं जांच करें। എന്നാൽ നാം വിധിക്കപ്പെടത്തില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. वहां पर लिखा है तो हमारे प्रति कोई भी पाप नहीं होगा। എന്ന് പറഞ്ഞാൽ इसका मतलब നാം നമ്മെ തന്നെ ശോധന ചെയ്ത് इसका मतलब कि हम अपने आप की जांच कर യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് प्रभु यीशु मसीह के लहू से धोकर ശുദ്ധീകരണത്തോടെ ജീവിച്ചാൽ शुद्ध रूप से जिएंगे, ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. न्याय हमारे जीवन में नहीं आएगा। അതുകൊണ്ട് ദൈവമക്കളെ ക്രിസ്ത്യ ജീവിതം അത്ര ഈസി അല്ല. इसलिए परमेश्वर के लोगों प्रभु का जो जीवन है इतना आसान जीवन പഴയ है। നിയമത്തെക്കാൾ കഠിനമാണ് പുതിയ നിയമം എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. परमेश्वर लोग ये बातें ना भूले कि
पुराने नियम से ज्यादा Yes. कठिन है नया जीवन പഴയ जीना। നിയമം ഒരു പാപം ചെയ്താലേ അവനെ പാപി എന്ന് പറയത്തുള്ളൂ. Praise the Lord. पुराने नियम में Yes. लिखा है कि यदि कोई पाप करता है तो उसको पापी ऐसा बोला जाता എന്നാൽ പുതിയ നിയമം നേരെ വിരുദ്ധമാണ്. है। लेकिन जो नया नियम है ठीक उसका विरुद्ध है। അതെ, നീ അത് ക്രിയയായിട്ട് ആ പ്രവൃത്തി ചെയ്യണ്ട. ആ മനസ്സിൽ ചിന്തിച്ചാൽ മതി നമ്മൾ പാപം ചെയ്യും. Yes. उसमें यदि हम मन में श्रम उसके बारे में चिंता करते हैं तो इसका मतलब है कि हमने पाप कर दिया। ആ ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ താഴോട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ मत्ती की किताब 5वें अध्याय में नीचे को पढ़ेंगे तो അവിടെ ചെയ്യുന്ന കുല ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ട്. वहां पर लिखा है कि पाप नहीं करना। എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ लेकिन नए नियम में हम आएंगे तो സഹോദരന് വിരോധമായി നമ്മൾ മനസ്സിൽ നിരൂപിച്ചാൽ നമ്മൾ കൊലപാതകന്മാരാണ്. यदि हमारे भाई के विरुद्ध यदि हमारे मन में ही कुछ सोचते हैं तो इसका मतलब है कि हमने ഒരു पाप कर दिया। കൊലപാതകന് സ്വർഗ്ഗത്തിൽ പോകത്തില്ലെന്ന് തിരുവചനം വിളിച്ചു പറയുമ്പോൾ परमेश्वर का वचन कहता है कि कोई भी पापी लोग स्वर्ग पर नहीं जाएंगे। വ്യഭിചാരം ചെയ്യരുതെന്ന് ന്യായപ്രമാണം പറയുമ്പോൾ जब ये वचन कहता है कि हमें व्यभिचार नहीं करना है, ആ ദൈവമക്കളെ, ഹൃദയത്തിൽ വിചാരിച്ച് ആവശ്യമില്ലാത്ത ചിന്ത വന്നാൽ നീ പാപം ചെയ്തു കഴിഞ്ഞു. यदि हमारे हृदय में ऐसे बारे में सोचते हैं इसका मतलब है कि अपने पाप कर दिया। അതുകൊണ്ട് പൗലോസ് പറയുന്ന ജഡത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഈ അന്യവിചാരങ്ങളെ ഞാൻ ഇടിച്ചു കളയുകയാണ്. इसलिए प्रेरित पौलुस वहां कहता है कि मेरे जीवन में या मेरे मन में ये जो बातें आती है इसको मैं तोड़कर फेंक देता हूँ। ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തിയാണ്. मैंने बताया कि हम मतलब दो व्यक्ति है। ഒന്ന് ഈ പുറത്ത് കാണുന്ന മനുഷ്യൻ, एक जो बाहरी मनुष्यत्व, 3 ഘടകമുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല, കഴിഞ്ഞ ദിവസങ്ങൾ അത് ഞാൻ സംസാരിച്ചതാണ്. पिछले हफ्ते जिस प्रकार मैंने बताया कि 3 बातें हैं। ഒന്ന് നമ്മുടെ ഈ അകത്ത് ഈ പുറത്ത് കാണുന്ന മനുഷ്യൻ, पहला है कि हम जो बाहरी मनुष्य അതിനാണ് ജഡശരീരം എന്ന് പറയുന്നത്. उसको हम कहते हैं कि जड़ का शरीर। എന്നാൽ അകത്തൊരു മനുഷ്യനുണ്ട്, हमारे अंदर भी एक मनुष्य है, അതിനാണ് ആത്മ മനുഷ്യൻ എന്ന് പറയുന്നത്. उसको हम कहते हैं आत्मिक मनुष्य। എന്നാൽ ദൈവമക്കൾ, ഇത് തമ്മിൽ രണ്ടും പോരാട്ടമാണ്. लेकिन परमेश्वर लोग ये दोनों एक दूसरे के अपोजिट या विरुद्ध खड़े रहते നമ്മിൽ हैं। രണ്ട് വ്യക്തിത്വമുണ്ട്. मतलब मनुष्य में दो व्यक्तित्व है। ഈ രണ്ടുപേരോട് യുദ്ധമാണ്. ये दोनों आपस में एक दूसरे से युद्ध करते हैं। ആത്മ മനുഷ്യനും ജഡിക മനുഷ്യനും പോരാട്ടമാണ്. ये जो आत्मिक मनुष्य इसको बाहरी मनुष्य को पसंद नहीं है। ജഡിക മനുഷ്യൻ, ആത്മ മനുഷ്യൻ പറയും അല്പനേരം പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഉപവസിക്കാം. लेकिन आत्मिक मनुष्य कहता है कि थोड़ी देर हम प्रार्थना करें या उपवास करें। ജഡ മനുഷ്യൻ പറയും വേണ്ട, ക്ഷീണമാ, പ്രയാസമാ, അല്പനേരം കിടന്നുറങ്ങാം. लेकिन जो बाहरी मनुष्य कहता है कि मैं अभी नहीं कर सकता, मैं थक गया हूं, थोड़ी देर सो അപ്പോൾ जाता हूं। ഏതിനാണ് ശക്തിയുള്ളത് അതാണ് ജയിക്കുന്നത്. इन दोनों में से जो ज्यादा शक्तिवान है वही जीत जाता അപ്പോൾ है। നമ്മുടെ ജീവിതത്തെ ഇന്നൊന്ന് ശോധന ചെയ്താട്ട് इसलिए हम अपने जीवन में आज अपने आप എന്റെ की जांच करें। ജഡത്തിലാണോ ശക്തി, അതോ ആത്മാവിലാണോ ഞാൻ ശക്തിപ്പെട്ടിരിക്കുന്നത്? हम अपने आप की जांच करें कि क्या मेरे बाहरी मनुष्य में ज्यादा शक्ति है, मेरी आंतरिक मनुष्य में ज्यादा शक्ति ആത്മ മനുഷ്യന് ശക്തി ഉണ്ടെങ്കിൽ है। यदि हमारी आत्मिक मनुष्य में ज्यादा शक्ति ജഡത്തിന്റെ है ചിന്തയെ നിനക്ക് ഇടിക്കാൻ പറ്റും. तो हम मनुष्य जो हमारे बाहरी मनुष्य उसको हम खत्म कर सकते हैं। അങ്ങനെയാണ് ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഇടയാകുന്നത്. इसी प्रकार हम एक परमेश्वर के जीवन की ओर आगे बढ़ सकते हैं। ദാവീദിന്റെ ജീവിതത്തിലെ തോൽവിയുടെ കാരണം എന്താണ്? दाऊद के जीवन में हार का क्या कारण है या पराजय क्या कारण है? തന്റെ കൺമോഹത്തെ, ജഡത്തെ, മോഹത്തെ തനിക്ക് ഇടിച്ചു കളയുവാൻ പറ്റിയില്ല. उसने अपने आंखों के सामने जो चीज दिखा उसको वो नाश नहीं कर पाया। ദൈവമക്കളെ, നമുക്ക് ചരിത്രമൊക്കെ അറിയാം, അങ്ങോട്ടൊന്നും പോകുന്നില്ല. हम उस चरित्र के बारे में सब जानते हैं, मैं वहां की ओर जाना എന്നാൽ नहीं चाहता। പുതിയ നിയമത്തിൽ പൗലോസ് പറയാണ്, लेकिन नए नियम में प्रेरित पौलुस कहता है ദൈവത്തിന് ഇഷ്ടമില്ലാതെ എന്റെ ജഡത്തിൽ പൊങ്ങി വരുന്നതായിരിക്കുന്ന जो प्रभु परमेश्वर को पसंद नहीं है, जो मेरे जीवन में എല്ലാ हानि होने की कोशिश വിചാരങ്ങളെയും ഞാൻ ഇടിച്ചു കളയുകയാണ്. करता है, वो सभी विचारों को मैं मिटा देता हूँ। അപ്പോൾ ദൈവമക്കളെ, ജഡത്തിന്റെ ചിന്തകളെ നാം ഇടിച്ചു കളയണം. इसलिए परमेश्वर लोग को हमारे जीवन में जो बाहरी मनुष्य में चिंता आती है उसको हम दूर करें। അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ സംഭവിച്ച ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. प्रभु यीशु मसीह के पहले आगमन में जो पहली बात हुई थी वो था मृत्यु। ആ മരണത്താലാണ് നമ്മുടെ ശുദ്ധീകരണം നടന്നത്. मृत्यु के द्वारा हमारा शुद्धिकरण हुआ है या पवित्रता हुआ है। അതോട് ചേർന്ന് നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. उससे संबंध में एक वाक्य और पढ़ेंगे। കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാൽ, കൊലോസ്യർ 2-ന്റെ 14-ാമത്തെ വാക്യം कुलुस्सी की किताब 2 अध्याय उसका 14 आयत। പെട്ടെന്ന് खाने पीने या पर्व या नए चांद या सबत के विषय में तुम्हारा कोई फैसला ना करे, क्योंकि അതാണ് കൊലോസ്യർ 2-ന്റെ 14 വായിക്കുന്നത്. कुलुस्सी की किताब 2 अध्याय 14। का वह लेख जो जो हमारे नाम पर और हमारे विरोध में था, मिटा डाला और उसे क्रूस पर कीलों से जड़कर सामने से हटा दिया। മതി, മലയാളം में पढ़ो, जल्दी पढ़ो. നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ സംഭവിച്ച കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. प्रभु यीशु मसीह के पहले आगमन के संबंध में यहाँ पर बातें लिखी गई है। ഒന്നേ പാപമെല്ലാം നമ്മോട് ക്ഷമിച്ചു. पहला कि हमारे अपराधों को हमसे क्षमा कर दिया। ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിനുള്ള സകല പാപങ്ങളും ദൈവം നമ്മോട് ക്ഷമിച്ചു. हमें उद्धार प्राप्त होने से पहले प्रभु ने हमारे पापों को हमसे क्षमा कर दिया। അടുത്തത് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തെ ദൈവം മാറ്റി. അതാണ് ചട്ടങ്ങളെ മായിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നത്. वहाँ पर लिखा हुआ है कि विधियों का वह लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला। എന്തിനാണ് ഈ ന്യായപ്രമാണത്തെ ദൈവം മായിച്ചു കളഞ്ഞത്? ये विधियों या न्याय को परमेश्वर ने क्यों मिटा डाला? ന്യായപ്രമാണം അവിടെ നിൽക്കുന്നിടത്തോളം നമ്മുടെ വീണ്ടെടുപ്പ് നടക്കത്തില്ല. वहाँ पर परमेश्वर ने इसलिए इस विधियों को मिटा डाला कि जब तक ये वहाँ से मिटाएंगे नहीं तब तक हमारा उद्धार नहीं हो सकता। ന്യായപ്രമാണം പറയുന്നത് പാപിയെ കല്ലെറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. जो न्याय या विधि इस प्रकार कहता है कि जो पापी उसको पत्थर मार डाला जाए। നമുക്ക് വിരോധമായി നിന്ന ന്യായപ്രമാണത്തെ യേശു അവിടുന്ന് മായിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ എടുത്തു മാറ്റി. इसलिए हमारे विरोध में जो भी विधियां थी उसको प्रभु यीशु मसीह ने दूर कर दिया। എഫേസ്യർ 2:14 പറയുന്നത് इफिसियों किताब 2 अध्याय 14 ന്യായപ്രമാണം എന്ന് പറയുന്ന ചുവരിനെ യേശു ഇടിച്ചു കളഞ്ഞു. जो न्याय या विधि है उसको प्रभु यीशु मसीह ने मिटा दिया। അത് വഴിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. उसको रास्ते से हटा दिया। ആ ദൈവമക്കളെ, ന്യായപ്രമാണം നമുക്ക് തടസ്സമായി ഇനി നിൽക്കത്തില്ല. कोई भी जो विधि है वो हमारे लिए बाधा नहीं हो सकती। അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ആ തടസ്സത്തെ മാറ്റിയിട്ട് പാപികളായ നമ്മെ യേശു രക്ഷിച്ചു. वो जो न्याय की विधियां थी उसको हटाकर प्रभु यीशु मसीह ने हम सबका उद्धार किया। അടുത്തത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർപ്പം വെപ്പിച്ചു. വാഴ്ചകൾ, അധികാരങ്ങൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, വായിച്ചാട്ടെ. उसके आगे जो लिखा हुआ है कि हमारे विरोध में तो मिटा डाला और उसको क्रूस पर कीलों से जड़कर सामने से हटा दिया। എന്ന് പറഞ്ഞ എല്ലാ പൈശാചിക ശക്തികളെയും, इसका मतलब कि जितने भी शैतानी ताकत था, നമ്മളാരായിരുന്നു? പിശാചിന്റെ അടിമകളായിരുന്നു. हम लोग कौन थे? हम लोग सब शैतान के ताकत के नीचे थे। എബ്രായർ 2:14 എഴുതിയിരിക്കുന്നു. इब्रानी किताब 2 अध्याय में लिखा हुआ है, എബ്രായർ 2:14 മരണാധികാരിയായ പിശാചിനെ മരണം കൊണ്ട് മാറ്റിയിട്ട് ജീവപര്യന്തം തടവിലായിരുന്നു നമ്മെ രക്ഷിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ. इब्रानी किताब 2 अध्याय എബ്രായർ 2. ആ മരണത്തിന്റെ അധികാരിയായ ആ. പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ആ. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. हिंदी में भी पढ़ो. इसीलिए जबकि लड़के मांस और लहू के भागी हैं, आमीन। तो वह आप भी उनके समान उनका सहभागी हो गया, ताकि मृत्यु के द्वारा जिसे मृत्यु पर शक्ति मिली थी, अर्थात शैतान को निकम्मा कर दे. ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ, ക്രൂശീകരണത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. हमने जो बड़ा प्रभु यीशु मसीह को जो क्रूस पर चढ़ाया गया उसके संबंध में जो बात യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ जब प्रभु यीशु मसीह कालवरी को मरा, മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ, जो जिसके ऊपर मृत्यु को अधिकारी शैतान, യേശുവിന്റെ മരണം കൊണ്ട് അവനെ നീക്കിക്കളഞ്ഞു. प्रभु यीशु मसीह के मृत्यु के द्वारा परमेश्वर उसको हटा दिया। അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ യേശു പറയുന്നത്, इसलिए प्रकाशित वाक्य प्रभु यीशु मसीह कहता है മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. कि मृत्यु का और पाताल की जो चाबी है वो मेरे हाथ में ആ है। മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. हमारा प्रभु यीशु मसीह ने मृत्यु को और पाताल को जीत लिया है। ശത്രുവിന്റെ ബലത്തെ ബലഹീനമാക്കി കളഞ്ഞു. शत्रु को जो ताकत है परमेश्वर उसको बलहीन कर दिया। ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. वहाँ पर लिखा है कि स्वर्ग ऊपर जो जय का उत्सव हो रहा है। ആ ദൈവമക്കൾ, അവിടെ ഒത്തിരി ദൂത് പറയുവാൻ ഞാൻ മുന്നോട്ട് പോകട്ടെ. वहाँ पर बहुत ज्यादा बातें ना बताकर मैं आगे बढ़ता हूँ। മൂന്നാമത് നടന്നത് സ്വർഗാരോഹണമാണ്. तीसरी जो बात है वो परमेश्वर का स्वर्गारोहण है, स्वर्ग उठाया जाना। യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നടന്നത്. वहाँ पर സ്വർഗാരോഹണം. तीसरी जो बात है प्रभु यीशु मसीह का स्वर्गारोहण हुआ। ആ സ്വർഗാരോഹണത്തിലാണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരം ഉണ്ടായത്. प्रभु यीशु मसीह के स्वर्गारोहण के कारण ही हमारा जो पाप है उसका परिहार हुआ। എബ്രായർ 9:12 എഴുതിയിട്ടുണ്ട്, इब्रानी किताब 9 अध्याय उसका 12वां में लिखा हुआ है, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ സാധിപ്പിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. हमेशा का जो उद्धार है उसने प्रभु पूरा किया। പാപത്തിന് വേണ്ടി ഇനി ഒരു യാഗവും നമ്മൾ അർപ്പിക്കേണ്ട കാര്യമില്ല. इसका मतलब है कि पाप के लिए हमें किसी भी चीज का चढ़ावा देने की आवश्यकता नहीं ഞാൻ है। പറഞ്ഞു, നമ്മുടെ സങ്കീർത്തനത്തിൽ പുരോഹിതനായ യേശുവിനെ കാണുവാൻ കഴിയുമെന്ന്. जिस प्रकार मैंने बताया कि भजन संगीत 110 में पुरोहित रूपी प्रभु को हम देख सकते हैं। പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് ആർക്കും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞില്ല. पुराने नियम में जो याजक या पुरोहित के बारे में बताया गया था वो पाप का छुटकारा नहीं दे सकते थे। അവർ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. वो हमेशा बलिदान देते रहते थे। എന്നാൽ യേശുവോ लेकिन प्रभु यीशु मसीह പാപത്തിന് നിത്യ പരിഹാരം വരുത്തി.
प्रभु यीशु मसीह ने पाप के लिए हमेशा के लिए छुटकारा എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച് दिया। हमेशा का छुटकारा देगा। പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. प्रभु परमेश्वर के दाहिने हाथ तरफ बैठे हुए हैं। യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാലാണ് നമ്മുടെ നീതീകരണം നടന്നത്. प्रभु यीशु मसीह के स्वर्गारोहण के कारण ही हम सबका അത് पापों से छुटकारा हुआ। 4:24 വായിക്കേണ്ട റോമാലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. रोमियो किताब 4 अध्याय उसका 14वें आयत में लिखा हुआ है। യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മുടെ നീതീകരണം നടന്നു प्रभु यीशु मसीह के स्वर्गारोहण के कारण ही हमारे पापों से हमारा छुटकारा എന്ന് हुआ। പറഞ്ഞാൽ നമ്മുടെ പാപത്തെ അവൻ മായ്ച്ചു കളഞ്ഞു. इसका मतलब है कि हमारे पापों को उसने मिटा दिया। നീതീകരണം ഒരു കോടതി വേടാണ് നീതീകരണം എന്ന് പറയുന്നത്. न्याय मतलब एक न्याय प्रदान करना, എന്ന് വെച്ചാൽ നമ്മളെ കുറ്റത്തിൽ നിന്ന് വിമുക്തരാക്കി യാതൊരു കുറ്റവും ഇനി നമ്മുടെ മേലില്ല. मतलब हमारे जीवन में कोई भी पाप या हमारे जीवन में नहीं है। ആ ദൈവമക്കളെ, ഇനി നമ്മൾ പാപികളല്ല, ഇനി നമ്മൾ കുറ്റക്കാരല്ല. परमेश्वर के लोगों, अब हम कोई पापी नहीं है। അതുകൊണ്ടാണ് റോമൻ 8:1 എഴുതിയിരിക്കുന്നത്, इसलिए रोमे किताब 8:1 में लिखा ഇനി ഒരു ശിക്ഷാവിധിയും നമുക്കില്ല. कि हमारे जीवन में कोई भी शिक्षा നമ്മുടെ नहीं है। ശിക്ഷാവിധി എന്തിയേ? हमारा शिक्षा कहाँ है? യേശു കാൽവറിയിൽ അത് സഹിച്ചു കഴിഞ്ഞു. हमारी जो शिक्षा है प्रभु यीशु मसीह ने क्रूस पर सही നമ്മുടെ लिया। തെറ്റെല്ലാം യേശു തന്റെ ചുമലിൽ തന്റെ ശിരസിൽ അത് വഹിക്കുവാനിടയായി തീർന്നു. हमारी जो गलतियां है प्रभु यीशु मसीह ने अपने ऊपर ले लिया। യെശയ്യാ 53 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ईशाया किताब 19वां अध्याय पढ़ेंगे तो ആ നമ്മുടെ അകൃത്യമെല്ലാം അവന്റെ മേൽ ചുമത്തി. उसने हमारे पापों को अपने ऊपर ले लिया। നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി. हमारी पापों की जो शिक्षा थी प्रभु यीशु मसीह ने നമ്മൾ अपने शरीर पर ले ഏൽക്കേണ്ട लिया। അടിയാണ് ചാട്ടവാറിന്റെ അടി യേശു കൊണ്ടത്. जो कोड़े के वार है प्रभु यीशु मसीह ने सहा। നമ്മൾ വെക്കേണ്ട മുൾക്കിരീടമാണ് യേശു തന്റെ ശിരസിൽ വഹിച്ചത്. हमें जो कांटों का मुकुट लगाना था प्रभु यीशु मसीह ने खुद യെശയ്യാ लगा लिया। 52 അവസാനത്തിൽ എഴുതിയിരിക്കുന്നത്, ईशाया किताब 32वां आयत में लिखा അവനെ हुआ है, കണ്ടാൽ ആളല്ല, उसको देखे तो वो मनुष्य नहीं ആ है, അവനെ നോക്കിയാൽ ഒരു മനുഷ്യനല്ല. उसको देखे तो वो मनुष्य नहीं है। ദൈവമക്കളെ, യേശുവിനെ ഒന്ന് നോക്കിക്കേ. प्रभु के लोग को एक बार प्रभु को देखें। ഉള്ളങ്കാൽ വരെയും രക്തം വാർന്നൊലിക്കുകയാണ്. सर से लेकर पांव तक पूरा खून ही खून बह रहा है। ഞാൻ ഏൽക്കേണ്ട അടി, നിങ്ങൾ ഏൽക്കേണ്ട അടി യേശുവിന്റേതായിരിക്കുന്ന ശരീരത്തിൽ വീണു. मुझे और आपको जो मार खाना था प्रभु यीशु मसीह ഈ ने, യേശുവിനെ ആരാധിക്കുവാനാണ് ഞാനും നിന്നും വന്നിരിക്കുന്നത്. ऐसा प्रभु यीशु मसीह का आराधना करने के लिए आज आप और ദൈവമക്കളെ, मैं आए നമുക്ക് हैं। വേണ്ടി അടികൊണ്ട് യേശുവിന് ഒരു സ്തോത്രം പറഞ്ഞുകൂടെ? मेरे और आपके लिए जो मार खाया प्रभु यीशु मसीह का हम धन्यवाद दें। യേശുവിന് ഒരു നന്ദി പറഞ്ഞുകൂടെ? प्रभु यीशु मसीह का हम धन्यवाद दें। അത് ഞാനും നിങ്ങൾ ഏൽക്കേണ്ട ഓരോ അടി യേശുവിന്റേതായ ശരീരത്തിൽ വീഴുകയാണ്. आप और मैं जो मार खाना था प्रभु यीशु मसीह ने मार खाया, മാംസ കഷ്ണങ്ങൾ പിഴുതു വരികയാണ്. उसका जो मांस का टुकड़ा है वो उखड़ गया है। ദൈവമക്കളെ, വയൽ ഉഴുതു മറിക്കുന്നത് പോലെ യേശുവിന്റെ ശരീരത്തിലെ അത് ദുഷ്ടന്മാർ ഉഴുതു മറിക്കുവാനിടയായി തീർന്നു. प्रभु यीशु मसीह के शरीर पे काफी मार खाया। ദൈവമക്കളെ, ഒരു മിനിറ്റ് കുരിശിലേക്ക് നോക്കാം. हम एक बार क्रूस की ओर अपना ध्यान रखें। കാൽവറിയിലേക്ക് ഒന്ന് നോക്കിക്കേ. उस कालवरी क्रूस की ओर हम ध्यान രണ്ട് दें। കള്ളന്മാരുടെ മധ്യത്തിൽ दो चोरों के बीच में എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാ. आपको और मेरे उद्धार प्रदान करने के लिए ആകാശനും ഭൂമിക്കും മധ്യേ आकाश और इस भूमि के मध्य में ഒരുവൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. वो क्रूसित किया गया। ആ ക്രൂശിൽ നിന്ന് രക്തമൊലിക്കുകയാണ്. उस क्रूस से खून बह रहा है। വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാ विश्वास की आंखों से हम ആ देखें तो രക്തമാണ് നമ്മളെ ശുദ്ധീകരിച്ചത്. वो खून के द्वारा ही हमारा ആ उद्धार हुआ। രക്തമാണ് ശിക്ഷാവിധി മാറിപ്പോയത്. उस खून के द्वारा ही शिक्षा विधि हमारे ऊपर से हट ആ गई। രക്തമാണ് ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയായി തീർന്നത്. उस रक्त के द्वारा ही हमारे जीवन में जो न्याय होना था उसको दूर हो गया। ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. प्रभु के लोग आज हमारे लिए प्रभु परमेश्वर के दाहिने तरफ वो मध्यस्थता कर ആ रहा है। നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. आज हमने पढ़े हुए वचन की ओर हम फिर से आए। ആ ഒന്നാമത്തെ വാക്യം വായിച്ചാട്ട്, पहला आयत हम पढ़े, യഹോവയുടെ കർത്താവിന് അരുളിച്ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. वहां पर लिखा है, मेरे प्रभु से यहोवा की वाणी है कि तू मेरे दाहिने हाथ बैठ जब तक मैं तेरे शत्रुओं को तेरे चरणों की चौकी ना അപ്പോൾ करूं। ഇന്ന് ഉയർത്തെഴുന്നേറ്റ യേശു आज जीवित उठा प्रभु പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. परमेश्वर के दाहिने ओर बैठा। റോമർ 8:34 8 की रोमियो किताब 8 का 30वां है। പെട്ടെന്ന് വായിച്ച റോമാലേഖനം 8:34 വാക്യം ഒന്ന് വായിച്ചാട്ട്. Praise the Lord. പെട്ടെന്ന് വായിച്ചാട്ട്. रोमियो की യേശു മരിച്ചവൻ ആ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ആ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ആ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. മതി ഹിന്ദി में भी पढ़ो. फिर कौन है जो दंड की आज्ञा देगा? हाँ। मसीह ही है हाँ। जो मर गया हाँ। और मुर्दों में से जी भी उठा। हाँ, हाँ। और परमेश्वर रोमर की दाहिनी 8:34 ओर है और हमारे लिए
निवेदन भी करता അപ്പോൾ യേശുക്രിസ്തു ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. आज प्रभु यीशु मसीह परमेश्वर के दाहिने ओर बैठा हुआ है। അവിടെ എന്ത് ചെയ്യുന്നെന്നും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. वो वहां पर क्या कर रहा है उसके बारे में लिखा നമുക്ക് हुआ है। വേണ്ടി പിതാവിനോട് അപേക്ഷ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. हमारे लिए पिता से अपेक्षा मांग रहा है। ദൈവമക്കളെ, യേശുവിനെ എത്ര സ്തുതിക്കണം, प्रभु यीशु मसीह को हम कितना धन्यवाद देना എത്ര है, ആരാധിക്കണം. कितने उसकी आराधना करना ഞാൻ है। നിങ്ങളും വേണ്ടതുപോലെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, जब हम परमेश्वर के लिए परमेश्वर से प्रार्थना नहीं करते हैं, യേശുവിനെ ആരാധിക്കാതിരിക്കുമ്പോൾ, जब हम प्रभु की आराधना नहीं करते हैं, പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവനായ യേശു हमारे लिए प्रभु पिता के दाहिने ओर बैठकर हमारे लिए मध्यस्थता कर रहा है। അതുകൊണ്ടാണ് ദൈവമക്കളെ ശത്രു നമ്മെ തകർത്ത് കളയാതിരിക്കുന്നത്. इसलिए प्रभु के लोगों शैतान हमारा ആ नाश नहीं कर യേശു पा रहा है। എത്ര നാളാണ് അവിടെ ഇരിക്കുന്നത്? प्रभु यीशु मसीह कितने दिन वहां रहता ഞാൻ है? നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. वहां पर लिखा है कि जब तक कि शत्रुओं को तेरे पैरों के नीचे नहीं कर देगा। ആ कोरिന്ത്യ ലേഖനം പഠിക്കുമ്പോൾ, कुरिन्थियों किताब पढ़ते हैं तो 15-ാം അധ്യായം പഠിക്കുമ്പോൾ, कुरिन्थियों किताब 15 24 തൊട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, 24 आयत से नीचे को पढ़े तो അവസാനത്തെ ശത്രു എന്ന് പറയുന്നത് മരണമാണ്. आखिरी जो शत्रु है उसका मतलब कि मृत्यु। അപ്പോൾ മരണം മാറിപ്പോകുന്നത് വരെ യേശുക്രിസ്തു വാഴേണ്ടതാകുന്നെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. पौलुस कहता है कि मतलब कि मृत्यु रूपी शत्रु हमारे जीवन से दूर हो जाएगा तब तक प्रभु हमारे साथ है। ദൈവമക്കളെ, അവസാനത്തെ ശത്രുവായ മരണം എന്നാണ് മാറിപ്പോകുന്നത്? आखिरी शत्रु जो मृत्यु वो कब हमारे जीवन से അത് दूर होगा? 1000 ആണ്ട് വാഴ്ചയുടെ അവസാനമാണ് മരണം മാറിപ്പോകുന്നത്. परमेश्वर के सिंहासन पर विराजमान के 1000 साल के पश्चात मृत्यु दूर സഭ होगी। ഭൂമിയിൽ എടുത്തപ്പെട്ട ശേഷം ये जो सभा या आराधना ये सभा ये जो दुनिया से उठाने के 1000 ആണ്ട് पश्चात, വാഴ്ചയ്ക്കായിട്ട് യേശു ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ 1000 साल जब सिंहासन पर राज करने की जब प्रभु इस दुनिया पर അന്ന് आएगा, ഭൂമിയിൽ മരണമുണ്ട്. उस समय दुनिया पर मृत्यु आएगा। അന്നാൽ ഒരു വ്യക്തി മരിക്കണമെങ്കിൽ 100 വയസ്സാകണം. ശിശു 100 വയസ്സുള്ളവനായി മരിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. वहां पर लिखा है कि जब मृत्यु आएगी उस समय मनुष्य की आयु मिनिमम 100 साल होगी। അതുമല്ല, 1000 ആണ്ടിന്റെ അവസാനത്ത് വലിയൊരു യുദ്ധം നടക്കാനുണ്ട്. 1000 साल के पश्चात एक दुनिया में बहुत बड़ा युद्ध അതാണ് होने वाला വെളിപ്പാട് പുസ്തകത്തിലാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. है। उसके बारे में प्रकाशित वाक्य में बताया गया। അതാണ് ഏറ്റവും അവസാനത്തെ യുദ്ധം എന്ന് പറയുന്നത്. वही सबसे आखिरी का युद्ध है। 1000 ആണ്ട് വാഴ്ചയിൽ സാത്താനില്ല. इस 1000 साल में जब राज्य करेगा സാത്താനെ शैतान പിടിച്ച് नहीं, ബന്ധിച്ചിരിക്കുകയാണ്. शैतान को पकड़कर बांध दिया गया। 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ जो 1000 साल पर विराजने के पश्चात സാത്താനെ അഴിച്ചുവിടും. शैतान को खोल दिया जाएगा। അപ്പോൾ അവൻ ഭൂമിയിലുള്ള മനുഷ്യരെ വീണ്ടും കൂട്ടിച്ചേർത്ത് फिर इस दुनिया पर रहने वाले लोगों को फिर से एक साथ बांध देगा। കർത്താവിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വരും. प्रभु यीशु मसीह के विरुद्ध युद्ध करने के लिए എന്നാൽ फिर आए। യേശു തന്റെ വായിലെ വാക്കുകളുണ്ട്, അല്ലെ തന്റെ വചനം കൊണ്ട് लेकिन उसके पश्चात भी प्रभु यीशु मसीह अपने मुंह के वाक्य के സാത്താനെയും द्वारा കൂട്ടരെയും തോൽപ്പിച്ച് കളഞ്ഞിട്ട് शैतान और उसके साथ वालों को हराकर ദൈവമക്കളെ അന്ത്യന്യായാസനം ഇട്ടിട്ട് आखिरी न्याय देकर അതേ മരണത്തിന്റെ മേൽ യേശു അന്നാണ് പൂർണ്ണമായി ജയം പ്രാപിക്കുന്നത്. मृत्यु के ऊपर पूरी रूप से विजय उस समय प्रभु മരണം प्राप्त करेगा। കംപ്ലീറ്റ് ആയിട്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ये मृत्यु पूरी तरीके से दुनिया से दूर हो जाएगा। മനുഷ്യനിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. दुनिया मनुष्य से मृत्यु पूरी പിന്നെ तरीके से हो जाएगा। ഭൂമിയിൽ മരണമില്ല. फिर इस दुनिया पर कोई मृत्यु അപ്പൊ नहीं നിങ്ങൾ है। ചോദിക്കും ഭൂമിയിൽ ജനം എവിടുന്നാണെന്ന്. फिर आप पूछेंगे इस दुनिया में लोग कहाँ നമ്മൾ हैं? വിചാരിച്ചിരിക്കുന്നത് हम लोग सोचते हैं കർത്താവ് വന്നു, प्रभु आ गया, ദൈവമക്കൾ ഇവിടുന്ന് പോയി, प्रभु के लोग यहाँ से चले गए, ആ ദൈവമക്കളെ ദുഷ്ടന്മാരെ എല്ലാം ന്യായാസനത്തിൽ ന്യായം വിധിച്ച് നരകത്തിലിട്ടു. जो दुष्ट लोग हैं उनका न्याय कर कर नरक में डाल दिया। ഇനി മനുഷ്യൻ എവിടെ നിന്നാണ്? फिर मनुष्य कहाँ से आएगा? നമ്മളെല്ലാം അവസാനിക്കാൻ നോക്കിയിരിക്കുക. हम सभी इसका अंत होने के ആ बारे में सोच ലോകം रहे हैं। അവസാനിക്കാൻ നോക്കിയിരിക്കുക. इस दुनिया का अंत होने के बारे में सोच रहे हैं। ദൈവമക്കളെ, നമ്മൾ അവന്റെ ആദ്യ ഫലങ്ങൾ മാത്രമാ. हम उसका पहला फल है। ഭൂമി അതെ മനുഷ്യനെ കൊണ്ട് ഈ ഭൂമി നിറയാൻ പോകുകയാണ്. मनुष्य के द्वारा ये भूमि पूरी तरीके से भर जाएगी। ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. परमेश्वर की जो पद्धति है, उसको पूरी करने से रोकने के लिए शैतान नहीं ഏദൻ करता। തോട്ടത്തിൽ മനുഷ്യനെ വീഴ്ത്തി കളഞ്ഞപ്പോൾ പിശാച് വിചാരിച്ചു जब एदन वाटिका में जब मनुष्य का नाश हुआ तब शैतान ने ദൈവത്തിന്റെ പദ്ധതി അവൻ മറിച്ചു കളഞ്ഞെന്ന്. Praise the Lord. उसने परमेश्वर के उस वाक्य को खत्म कर दिया। വചനം പറയുന്ന ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുകയാണ്. लेकिन परमेश्वर कहता है कि भूमि मैंने मनुष्य को दे दी। യേശു പറഞ്ഞു സാമൂതിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. परमेश्वर कहता है कि परमेश्वर के लोग इस भूमि पर रहेंगे। ഈ ഭൂമിക്ക് ഒരിക്കലും മാറ്റമില്ല ദൈവത്തിന്റെ പൈതലേ. इस भूमि पर कभी भी कोई बदलाव नहीं होगा। ഭൂമി ഒരിക്കലും ഇളകി പോകാതെ അതിന്റെ അടിസ്ഥാനത്തിൽ
വചനത്തിന്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നത് വചനം പറയുകയാണ്. वचन कहता है भूमि कभी भी नाश नहीं होगी. ഏതാണ് ഭൂമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? इस भूमि की नींव क्या है? യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ईयोब की किताब पढ़े तो ശൂന്യതയുടെ മേൽ ഒന്നുമില്ലാത്തതിന്റെ മേലാണ് ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. ये जो भूमि की नींव है कुछ भी नहीं है, मतलब ये शून्य की अवस्था में स्थित है. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ये हम एकदम से इसके बारे में हम नहीं सोच सकते. ഒരു ബാൾ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് एक बॉल यदि हम अपने हाथों में लेंगे, നമ്മുടെ കൈ മാറ്റിയാൽ ബോൾ താഴെ വീഴും. हम हाथ हटाएंगे तो बॉल नीचे गिर ഈ जाएगा. ബോൾ നിൽക്കുന്ന പോലാണ് ഈ ഭൂമി നിൽക്കുന്നത്. ये बॉल जिस प्रकार रहता है उसी प्रकार ही भूमि स्थित है. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കുക. मैं और आप जिस परमेश्वर की आराधना करते ഏതിന്റെ हैं, മേലാണ് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? ഏതിന്റെ മേലാണ് ഭൂമിക്ക് അടിസ്ഥാനം ये ഇട്ടിരിക്കുന്നത്? जो भूमि की नींव है किस चीज के ऊपर रखी गई? ദൈവ വചനത്തിന്റെ മേലാണ് ഈ ഭൂമി നിൽക്കുന്നത്. परमेश्वर के वचन के ऊपर ये भूमि स्थित है. ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ जब ये भूमि हो जाए, जब ऐसा बोला, ഭൂമി ഉരുവായി വന്നു. ये भूमि गोल रूप में आया. ആ ദൈവമക്കളെ സ്ഥിരമായിട്ട് ഭൂമി നിലനിൽക്കുകയാണ്. स्थिर रूप से ये भूमि स्थिर है. പിന്നെന്താണ് ആകാശം മാറും ഭൂമി മാറും എന്നൊക്കെ നമ്മൾ പ്രസംഗിച്ച് കേട്ടത്? हम लोग वचन में सुनते हैं कि आकाश टल जाएगा, दुनिया टल जाएगा. ആ പത്രോസ് 2 പത്രോസ് 3-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. दूसरे पत्र से किताब 3 आयत में वहाँ लिखा हुआ है ആകാശമെല്ലാം മാറിപ്പോകുമെന്ന്, कि आकाश सब हट ആ जाएगा, ഭൂമി വെന്തു പോകുന്ന എഴുതിയിട്ടുണ്ട്. ये दुनिया सब हट जाएगा लिखा പിന്നെ है. എവിടുന്നാണ് ഈ ഭൂമി ഉണ്ടാകുന്നത്? फिर ये दुनिया कहाँ से पैदा हुआ? ദൈവമക്കളെ ഭൂമിയെ ശുദ്ധീകരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. परमेश्वर ये भूमि का शुद्धिकरण ഭൂമി है. ഒരിക്കലും ദൈവം മാറ്റിക്കളയുന്നില്ല. ये भूमि को कभी भी परमेश्वर नहीं എവിടം हटाएगा. വരെ പാപം ചെന്നിട്ടുണ്ട്, പിശാച് ചെന്നിട്ടുണ്ട്, അവിടം വരെ ശുദ്ധീകരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. जहाँ तक इस दुनिया पर पाप है, उस पाप से परमेश्वर ഈ शुद्धिकरण ഭൂമിയെ ദൈവം അത് തീ കൊണ്ട് ശുദ്ധീകരിക്കുകയാണ്. करता है. प्रभु आग के द्वारा इस भूमि का शुद्धिकरण करेगा. ആ നോഹയുടെ കാലത്തെ ദൈവം വെള്ളം കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിച്ചു, ഇനി വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല. नूह के समय परमेश्वर ने पानी के द्वारा दुनिया को नष्ट किया, लेकिन आप पानी के द्वारा नाश नहीं करेगा. ദൈവമക്കളെ, എന്നാൽ അതേ വചനത്താൽ ഈ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. लेकिन उसी वचन के द्वारा परमेश्वर आग के द्वारा इस भूमि को അപ്പോൾ शुद्ध करेगा. ഭൂമി കാണുന്നതെല്ലാം വെന്തഴിയാൻ പോകുകയാണ്. ये दुनिया पर हम जो भी चीज देखते हैं ये सब आग के द्वारा नष्ट की जाएगी. ആ 2 പത്രോസ് 3-ാം അധ്യായം പഠിക്കുമ്പോൾ दूसरा पत्र से किताब 3 अध्याय पढ़ेंगे तो നിങ്ങൾ ദൈവമക്കളെ പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനും വേണ്ടി കാത്തിരിക്കുകയാണ്. कि परमेश्वर के लोगों, आप लोग एक नई भूमि या नए स्वर्ग की अवेट कर रहे हैं. നീതി വസിക്കുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശവും, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. शुद्धिकरण बसने वाला एक नया भूमि और नया आकाश. അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നത്? फिर इस दुनिया पर मनुष्य कहाँ से आएगा? വ്യക്തമായിട്ട് ബൈബിളിൽ രേഖയില്ല. और व्यक्ति रूप से इस बाइबल में कोई എന്നാൽ वचन വചനത്തിന്റെ नहीं लिखा. അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുവാൻ കഴിയും. इस वचन के द्वारा मैं कुछ बातें कह सकता हूँ ആ ദൈവമക്കളെ 1000 ആണ്ട് വാഴ്ചയിൽ कि परमेश्वर के लोग इस 1000 साल के जब परमेश्वर विराजेगा, പ്രവേശിക്കുന്ന ജനത്തെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. മത്തായി 25-ാം അധ്യായത്തിൽ मत्ती किताब 25 आयत में നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ नीचे की तरफ पढ़ेंगे तो ഇടത്തും വലത്തും നിൽക്കുന്ന ആടുകളെ തമ്മിൽ അവിടെ ന്യായം വിധിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. दाहिने और बाई हाथ जो लोग खड़े हैं, उनका न्याय होगा ऐसा അത് लिखा हुआ है. 1000 ആണ്ടിലേക്ക് ജാതികളെ പ്രവേശിപ്പിക്കുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. वहां पर 1000 साल लोगों को प्रवेश करने के बारे में बताया गया. 1000 ആണ്ടിൽ എല്ലാ ജാതികൾക്കും പ്രവേശനമില്ല. 1000 साल में जो है हर एक प्रकार की जाति का प्रवेश नहीं അതേ है. മക്കളെ, ഇസ്രയേലിനെ പീഡനകാലത്ത് സഹായിക്കുന്ന ജാതികൾക്ക് മാത്രമേ അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശനമുള്ളൂ. इसराइली के समय जिन्होंने पीड़ा सहन किया, ऐसे लोगों को वहां प्रवेश होगा. ഇന്ന് അറബ് രാജ്യങ്ങൾ പലതും आज गल्फ कंट्रीज या अरब राज्य ഇസ്രയേലിനോട് സഖ്യത്തിൽ വരികയാണ്. इसराइलियों के और करीब आने की कोशिश कर रहे വചനത്തിന്റെ മാറ്റമില്ലാത്ത നിവർത്തിയാണ് ദൈവമക്കളെ. हैं. इस वचन को पूरा होने से कोई नहीं रोकता. യേശു വരാറായി. प्रभु यीशु मसीह का आगमन യേശു निकट है. വരാറായി ദൈവമക്കളെ. परमेश्वर लोगों, प्रभु का आगमन निकट है. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ യേശുവാണ് ഭൂമിയെ ഭരിക്കുന്നത്. 1000 साल जो सिंहासन पर विराजेगा, അന്ന് प्रभु यीशु मसीह സാത്താൻ पूरा करेगा. ഭൂമിയിലില്ല. उस समय शैतान इस भूमि पर नहीं है. പാപമില്ലാത്ത ഒരു കൂട്ടം ജനത്തെ ദൈവം അവിടുന്ന് എഴുന്നേൽപ്പിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ऐसे लोगों को परमेश्वर यहाँ उत्पन्न करेगा जिसके जीवन में कोई पाप नहीं ആ है. ജനത്തെ കൊണ്ട് ഭൂമി നിറയാൻ പോകുകയാണ്. ऐसे लोगों से भूमि पूरी भरने वाली അത് है. വെളിപ്പാട് 22-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ प्रकाशित वाक्य 22 अध्याय में देखेंगे അവിടെ तो ജാതികളെ കുറിച്ച് കാണുവാൻ കഴിയും. वह जातियों के बारे में
में बताया गया। ആ ജാതി എന്ന് പറയുന്നത് 1000 ആണ്ടിൽ ദൈവം പ്രത്യേകമായി വേർതിരിക്കപ്പെട്ട ജനമാണ് അവരെന്ന് പറയുന്നത്. वो जो 1000 साल के बारे में बताया गया, वहाँ वो जो शुद्ध जाति है जो वहाँ रहने वाली, उसके അവർ बारे में बताया। 1000 ആണ്ട് വാഴ്ചയിൽ 1000 साल जब यहाँ राज അല്ലെങ്കിൽ करेंगे, 1000 ആണ്ട് അവസാനത്തെ ഗോഗ് മഗോഗ് യുദ്ധത്തിൽ जो आखिरी 1000 साल के बाद जो युद्ध होने वाला है, പിശാചിനോട് ചേർന്ന് നിൽക്കാതെ शैतान के साथ ना खड़े ദൈവത്തിന് വേണ്ടി പ്രത്യേകം വേർതിരിക്കപ്പെട്ട ജനമായിട്ട് हो। शैतान परमेश्वर के अलग किए हुए जन, അവരെ പുതുവാന ഭൂമിയിലേക്ക് കർത്താവ് പ്രവേശിക്കാൻ പോകുകയാണ്. ऐसे लोगों को इस भूमि पर फिर से परमेश्वर लाने वाला है। ദൈവമക്കളെ, ഭൂമി ഇപ്പോഴും അതിന്റെ ആരംഭത്തിൽ കിടക്കുന്നതേ ഉള്ളൂ. നിശ്ചിതമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ परमेश्वर लोगों भूमि अभी भी उसकी शुरुआत की अवस्था में ही है। അന്ന് നമ്മൾ എവിടാണ്? उस समय हम लोग कहाँ हैं? അന്ന് നമ്മൾ യേശുവിനോടുകൂടെ उस समय प्रभु यीशु मसीह के साथ, രാജ്യം ഭരിക്കാൻ പോകുകയാണ്. प्रभु यीशु मसीह के साथ राज्य पर राज्य करने वाले हैं। പത്രോസ് പറയുന്നു, पतरस कहता है, രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് നമ്മെ തെരഞ്ഞെടുത്തത്, जब राजा याजक के रूप में हमें चुना है, നമ്മളിപ്പോൾ പുരോഹിതന്മാരാണ്. हम लोग अभी याजक है, എന്നാൽ ദൈവമക്കൾ നമ്മൾ രാജാക്കന്മാരായി മാറ്റപ്പെടാൻ പോകുകയാണ്. लेकिन हम लोग राजा के रूप में बदलने वाले हैं। ദാനിയേലിന്റെ പുസ്തകം दानियल की किताब 2-ാം അധ്യായം പഠിക്കുമ്പോൾ दूसरे अध्याय पढ़े तो നെബൂഖദ്നേസർ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. यबूदनकेस वहाँ पर एक स्वप्न देखता അവിടെ है। ദാനിയേൽ വിവരിച്ചു വരുമ്പോൾ जब दानियल उसका वर्णन അവിടെ करता है, പ്രധാനമായി 4 സാമ്രാജ്യങ്ങളെയാണ് കാണുവാൻ കഴിയുന്നത്. वहाँ पर 4 बातों के बारे में ഞാൻ बताया പറഞ്ഞു, നമ്മൾ വായിച്ച സങ്കീർത്തന രാജാവായ യേശുവിനെ കാണുവാൻ കഴിയുന്നെന്ന്. है। आज हम जो भजन किताब पढ़ा, वहाँ प्रभु परमेश्वर यीशु मसीह को राजा के रूप में बताया है। 4 സാമ്രാജ്യങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. वहाँ पर 4 बातें इस भूमि पर हुआ है। ആ ദൈവമക്കളെ, ഇനി അന്ത്യക്രിസ്തുവിന്റെ ഒരു ഭരണം ഭൂമിയിൽ നടക്കാനുണ്ട്. वहाँ पर एक बार फिर शैतान का राज आने അത് वाला है। കഴിയുമ്പോൾ യേശു രാജാതിരാജാവായിട്ട് ഭൂമിയിൽ വരാൻ പോകുകയാണ്. उसके बाद प्रभु यीशु मसीह राजा बनकर भूमि पर आने യശയ്യാപ്രവചനം वाला है। 32-ന്റെ 1 വായിക്കുമ്പോൾ एशिया की किताब 32वें अध्याय से पहले आप पढ़ें। നീതിയോടെ രാജാവ് വാഴാൻ പോകുകയാണ്. न्याय के साथ यहाँ पर राज्य करना രാജാവ് ഈ ഭൂമിയിൽ വാഴുമ്പോൾ തന്റെ ജനമായിരിക്കുന്ന നാം അവനോടുകൂടെ കാണും. जब राजा इस भूमि पर राज्य करेगा, तब हम लोग उसके प्रजा के रूप में दुनिया में ദൈവമക്കളെ, रहेंगे। 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുതുമാന ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. जब 1000 साल इस यहाँ पर राज्य करेगा, उसके पश्चात हम नई दुनिया में ഒരിക്കലും प्रवेश करेंगे। മാറ്റമില്ലാത്ത നിത്യരാജ്യം യേശു സ്ഥാപിക്കാൻ പോകുകയാണ്. कभी भी ऐसे एक राज्य की स्थापना होने वाली जिसका कभी ദാനിയേൽ बदलाव नहीं। പ്രവചനം 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ദാനിയേൽ 7-ാം അധ്യായം പഠിക്കുമ്പോൾ दानियल किताब 7वें अध्याय पढ़े तो ആ രാജ്യം തന്റെ വിശുദ്ധന്മാർക്ക് ദൈവം കൊടുക്കുകയാണ്. वो जो राज्य है परमेश्वर ने शुद्ध लोगों को दे दिया। ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യരാജ്യത്വം നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. कभी भी ऐसा राज्य देने वाला परमेश्वर, इसमें कोई बदलाव യേശു नहीं है। രാജാതി രാജാവാണ്. प्रभु यीशु मसीह राजाओं का राजा है। ആ ദൈവമക്കളെ, അത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് വിദ്വാൻമാർ ചോദിക്കുന്നുണ്ട്. विद्वान लोग पूछते हैं कि यहूदा के राजा कहाँ पर है। നമ്മുടെ യേശു ഇതുവരെ രാജ്യഭാരം ഏറ്റെടുത്തിട്ടില്ല. हमारा प्रभु यीशु मसीह ने अभी तक राजा का യേശു अधिकार नहीं രാജ്യം लिया है। ഭരിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ നാം അവനോടുകൂടെ കാണും. जब प्रभु यीशु मसीह राजा इस दुनिया पर राज्य करने आएगा, हम भी उसके साथ സെക്കരിയ रहेंगे। പ്രവചനം 14-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ जकरिया की किताब 14वां अध्याय पढ़ेंगे तो കർത്താവ് അവന്റെ വിശുദ്ധന്മാരുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. प्रभु यीशु मसीह अपने भक्त लोग के साथ दुनिया पर आने वाला है। ഇതിലെ കഷ്ടങ്ങൾ സാരമില്ല. जो हमारा कष्ट है वो कोई बात नहीं। ഇതിലെ കണ്ണുനീർ സാരമില്ല. ये जो कष्ट है कोई बात नहीं। നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ വാഴാൻ പോകുകയാണ്. हमारे प्रभु यीशु मसीह के साथ हम राज्य करने वाले हैं। ദൈവമക്കളെ, എത്ര പണക്കാരായിട്ട് ജീവിച്ചാലും മരിക്കും. हम कितने भी धनवान क्यों ना हो, लेकिन हम എത്ര मरेंगे। സുഖലോഭിതമായി ജീവിച്ചാലും മരിക്കും. कितनी ही अच्छी अवस्था में हम जिएंगे, എത്ര लेकिन हम मरेंगे। പാവപ്പെട്ടവൻ ദരിദ്രനാണേലും മരിക്കും. कितना भी दरिद्र हो, लेकिन वो मरेगा। എന്നാൽ ദൈവമക്കളെ, നമുക്ക് ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത്, लेकिन हमारे लिए एक जो सौभाग्य है, ഞാൻ പറയുന്നത് പുറവുറുപ്പില്ലാത്തൊരു ജീവിതം ചെയ്തെടുക്കുക. बिना कुड़कुड़ाहट का एक जीवन हम ദൈവം നന്മ തന്നാൽ അനുഭവിക്കുക. प्रभु यीशु मसीह ने जो आशीष दिया, हम उसको ഇല്ലെങ്കിൽ अनुभव करें। ദൈവത്തിന് സ്തോത്രം പറയുക. उसके लिए प्रभु को धन्यवाद दे। ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ചെയ്യാ. प्रभु के अनुरूप एक जीवन जिए। നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ അനുഗ്രഹമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. प्रभु यीशु मसीह ने हमारे लिए अच्छा जीवन हमें तैयार किया है। അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തട്ടെ. एक बात और बताकर मैं रुकना चाहता हूं। മക്കളെ, യേശു ന്യായാധിപതിയായിട്ട് വരാൻ പോവുകയാണ്. परमेश्वर के लोगों, प्रभु यीशु मसीह न्याय करने के लिए आने वाला है। യേശു തന്റെ പുരോഹിത ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞു. प्रभु यीशु मसीह ने अपने याजक का जो काम है पूरा कर दिया है। പുരോഹിതന്റെ ഗ്രീക്കിലെ വേർഡിന്റെ അർത്ഥം പാലം പണിയുന്നവൻ എന്ന പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്, पुरोहित या याजक का ग्रीक वर्ड का अर्थ है एक पुल बनाना। എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, പുരോഹിതന്റെ ജോലി എന്ന് പറയുന്നത് एक याजक या पुरोहित का काम है ദൈവത്തെ
മനുഷ്യനിലേക്ക് അടുപ്പിക്കുന്നവനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. पुरोहित का मतलब कि परमेश्वर और उसके लोगों के ദൈവമക്കളെ, बीच में നമ്മുടെ संबंध बनाना। പിതാവുമായിട്ട് നമ്മെ അടുപ്പിച്ചു. हमारे पिता को हमसे मिला दिया। ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകുവാൻ കഴിയത്തില്ല. प्रभु यीशु मसीह कहता है कि मेरे बिना कोई നമ്മുടെ पिता के पास नहीं പിതാവിനെ जा सकता। അതേ വെളിപ്പെടുത്തിയത് യേശുവാണ്. हमें पिता के सामने प्रभु यीशु मसीह ने मिला ഇനി है। അവൻ ന്യായാധിപനായി വരാൻ പോകുകയാണ്. अब वो न्याय करने आने वाला है। അന്ന് അവൻ രാജാതി രാജാവായിട്ട് വരാൻ പോകുകയാണ്. वो राजा के रूप में आने वाला അടുത്തത് അവൻ ന്യായാധിപതിയായിട്ട് വരാൻ പോകുകയാണ്. है। दूसरा वो न्याय करने അത് आने वाला है। വെളിപ്പാട് 20-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. प्रकाशित वाक्य 20वां अध्याय हम देख അത് सकते हैं। യേശു ക്രിസ്തുവിന്റെ പ്രധാനമായിട്ട് 3 ന്യായാസനങ്ങളുണ്ട്. പ്രഭു ന്യായം വിധിക്കുന്ന ഇടമുണ്ട്. प्रभु यीशु मसीह को न्याय करने के लिए 3 आसन के बारे में बताया ഒന്നേ വിശുദ്ധന്മാരുടെ ന്യായവിധി, അത് സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നത്. पहला जो परमेश्वर को शुद्ध लोग उनका न्याय वो स्वर्ग पर होने वाला है। നമ്മൾ ചെയ്ത സകല പ്രവൃത്തികൾക്കും ദൈവം ന്യായം വിധിക്കാൻ പോകുകയാണ്. हमने इस दुनिया में रहते जो भी काम किया प्रभु उसका न्याय നാം करने वाला है। ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാലും അതിന് തക്കണം പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞാൻ നിങ്ങൾ നിൽക്കാൻ പോകുകയാണ്. शरीर में रहते हमने जो भी अच्छा है बुरा काम किया है उसका न्याय का प्रवृत्ति प्राप्त करने के लिए प्रभु के सम्मुख ഹൃദയത്തിന്റെ में आने वाला है। രഹസ്യങ്ങളെയും വിചാരങ്ങളെയും ദൈവം ന്യായം വിധിക്കാൻ പോകുകയാണ്. हमारे हृदय का जो रहस्य है जो हम नहीं जानते उसका परमेश्वर न्याय करने നമ്മുടെ वाला है। സംസാരങ്ങളെ ദൈവം ന്യായം വിധിക്കാൻ പോകുകയാണ്. हमारी बातों को परमेश्वर न्याय करने वाला है। അവന്റെ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. उसके भक्त लोगों ने आपस में बात किया, प्रभु यीशु मसीह ने कान लाकर ഒരു सुना। ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുക. एक याद करने वाली बुक में परमेश्वर ने लिख നമ്മുടെ दिया। വാക്ക് കൃപയോട് കൂടെ ഇത് വേണം. കൃപയോടെ കൂടിയ വാക്കേ നമ്മൾ പറയാവൂ. हमेशा हम जो वाक्य हमें जो मुंह से जो बात है कहना है प्रभु यीशु मसीह को സഹോദരനെ बांधने वाला बात है। വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്. कभी भी एक दूसरे को दुख पहुंचाने वाली അവരെ बात ना करें। കരയിപ്പിക്കുന്ന വാക്ക് പറയരുത്. उन्हें रुलाने वाली कोई बातें ना करें। ദൈവമക്കളെ, നമ്മളൊരു ആശ്വാസമായിരിക്കട്ടെ. परमेश्वर लोगों हम लोग हमेशा एक നമ്മൾ सांत्वना നമ്മുടെ होना चाहिए। സഹോദരങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കട്ടെ. हम लोग हमारे भाई लोगों के लिए एक सांत्वना होना അത് चाहिए। മനുഷ്യ കുറുവശങ്ങളുണ്ട്, നമുക്ക് തമ്മിൽ തമ്മിൽ ക്ഷമിക്കാം. एक दूसरे में हमेशा कुछ कमी घटिया हो सकती തമ്മിൽ है। തമ്മിൽ നമുക്ക് ഭാരങ്ങളെ ചുമക്കാം. हम आपस में उन दुखों को ग्रहण करें। നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കാൻ പോകുകയാണ്. हम लोग प्रभु यीशु मसीह के न्याय सिंहासन के सामने അന്ന് खड़े ന്യായം होने वाले हैं। വിധിക്കുമ്പോൾ തല താഴ്ത്തുവാൻ ഇടയാകരുത്. जब वो हमारा न्याय करेगा तो हमारे सरों को झुकना नहीं चाहिए। വിശുദ്ധന്മാർ കിരീടങ്ങളെ ധരിക്കുമ്പോൾ जब शुद्ध लोग जब उस मुकुट को प्राप्त करेंगे ന്യായവിധി അവിടെ ദൈവമൊക്കെ നമുക്ക് പ്രതിഫലം കൂടെ അവിടെ കിട്ടുന്ന ദിവസമാണ്. वहां पर न्याय के रूप में परमेश्वर हमें प्रतिफल ഭൂമിയിൽ देगा। ദൈവത്തിന് ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും നമുക്ക് പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ. भूमि पर हमने जो भी काम किया उसको प्रतिफल स्वर्ग में मिलेगा। അത് കിട്ടുന്നത് കിരീടങ്ങളായിട്ടാണ് കിട്ടുന്നത്. वो जो हमें मिलेगा मुकुट के रूप में मिलेगा। വല്ലതും കാണുമ്പോൾ നമ്മുടെ തലയിൽ വെക്കുക. वो हमें हमारे सर पर रखने के लिए। കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? परमेश्वर के लिए हमने क्या നീ किया? ഓടുന്നതും അധ്വാനിക്കുന്നതും വെറുതെ അല്ല. ഓടിയതും അധ്വാനിക്കുന്നതും ചുമ്മാ അതല്ല. जो हमने दौड़ा है हमने जो किया है वो ऐसे ही नहीं किया। യേശു പറയും, ഒരു ഗ്ലാസ് പച്ചവെള്ളം എന്റെ നാമ നിമിത്തം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലമുണ്ട്. प्रभु कहता है यदि तूने मेरे नाम से एक पानी भी पिलाया तो उसका प्रतिफल। ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്. ദൈവ പൈതലേ, परमेश्वर लोगों हमने परमेश्वर जो भी काम किया उसका प्रतिफल हमें मिलेगा। രണ്ടാമത്തെ സിംഹാസനമാണ് വെള്ള സിംഹാസനം എന്ന് പറയുന്നത്. दूसरा जो सिंहासन है वो है एक श्वेत या सफेद सिंहासन। അത് യഹോശാഫാത്ത് താഴ്വരയിലാണ് വെക്കുന്നത്. എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. उसके बारे में पढ़ नहीं सकता इसलिए मैं आगे बढ़ रहा हूँ। അത് ജാതികളെ ന്യായം വിധിക്കുവാൻ വേണ്ടിയുള്ളതാണ്. वो जो सिंहासन है वो जातियों का न्याय करने के അതാണ് लिए। ഞാൻ പറയും മത്തായി 25 കാണുന്ന വിഷയമാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. उसी के बारे में मैंने बताया मत्ती किताब 25वां। ന്യായം വിധിച്ച് 1000 ആണ്ടിലെ പ്രവേശിക്കേണ്ടവരെ പ്രവേശിക്കുകയും ദുഷ്ടന്മാരെ ദൈവം അവിടെ നശിപ്പിക്കുകയും ചെയ്യാണ് കാണുന്നത്. वहां पर जो लिखा है दुष्ट लोगों के नाश के बारे में लिखा है। അവസാനത്തെ ന്യായാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. तीसरा जो है वो तेजस का सिंहासन। അത് എവിടാന്റെ സ്ഥലമെന്ന് നമുക്കറിയത്തില്ല. वो स्थान कहाँ पर हम कोई नहीं അന്ന് जानते। അത് ഭൂമിയെല്ലാം വെന്തഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ये जो भूमि पूरी तरीके से जल रही है। മധ്യാകാശത്തല്ല ശൂന്യാകാശത്തിൽ എവിടെയോ വെള്ള സിംഹാസനം വെച്ചിട്ട് आकाश के मध्य में कहीं पर सफेद सिंहासन पर रखकर അന്ത്യമായ ന്യായവിധി അവിടെ നടക്കുകയാണ്. आखिरी जो न्याय विधि है, സകല പാപികളെ ദൈവം ന്യായം വിധിക്കുകയാണ്. सभी पापी लोगों का न्याय സകല परमेश्वर वहां कर रहा है। ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. सभी दुष्ट लोग जी उठकर उस सिंहासन के सामने ന്യായം खड़े हैं। വിധിച്ചവരെ നരകത്തിലേക്ക് തള്ളിയിടുകയാണ്. उन सबका न्याय कर कर नरक में उनको धकेल रहे हैं। ഒരിക്കലും അവിടുന്ന് വിടുതലില്ല. वहां पर कभी भी कोई छुटकारा नहीं നമുക്ക് है। ദൈവത്തെ സ്തുതിക്കാം. हम लोग प्रभु की स्तुति ഈ करें। ശിക്ഷാവിധിയാണ് യേശു മാറ്റി തന്നത്. ये सभी शिक्षाविधि प्रभु ने हमसे ഈ दूर रखा। ന്യായവിധിയാണ് ദൈവം മാറ്റി തന്നത്. ये न्यायविधि परमेश्वर ने हमसे दूर ഈ किया। രണ്ടാമത്തെ മരണമാണ് യേശു മാറ്റി തന്നത്. ये जो दूसरी मृत्यु है परमेश्वर हमसे दूर किया। യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവ പൈതലേ, प्रभु यीशु मसीह को जिन्होंने अपना खुद का उद्धारकर्ता के रूप में स्वीकार किया ഈ है, യേശുവിനെ മുറുകെ പിടി. ये परमेश्वर को हम कस
कसकर पकड़े നീ रहे। യേശുവിനെ സ്നേഹിര്. इस प्रभु को हम प्यार ഒരു करें। നിമിഷം കണ്ണുകൾ അടയ്ക്കാം. एक पल के लिए हम अपनी आंखों को बंद അവൻ करें। നിന്റെ ന്യായവിധി മാറ്റി തന്നു. उसने हम सबका जो पाप को दूर किया। യേശു നിന്നെ രക്ഷിച്ചു. प्रभु यीशु मसीह ने हम सबको യേശു उद्धार നിനക്ക് किया। വേണ്ടി കാൽവറിയിൽ തകരപ്പെട്ടു. प्रभु यीशु मसीह ने हम सबके लिए इस कालवरी पर बलिदान हुआ। ആമേൻ. ഈ ഭൂമിയിൽ അവൻ നിന്നെ നടത്തുവാൻ ശക്തനാണ്. इस भूमि पर चलाने के लिए वो शक्तिवान है। അവൻ മതിയായ ദൈവമാണ്. वो हमारे लिए काफी നിന്റെ है। വിഷയങ്ങളുമായി യേശുവിന്റെ പാദപീഠത്തിൽ ചെല്ല്. हमारे सभी विषय को लेकर प्रभु यीशु मसीह के सम्मुख നീ जाएं। കരേ അവന്റെ പാദപീഠത്തിൽ. हम उसके सम्मुख बैठकर ഈ रोएं। ദിവസങ്ങളിൽ ചില വിടുതൽ ദൈവം നിന്റെ കുടുംബത്തിൽ അയക്കും. हाँ, इन दोनों प्रभु यीशु मसीह हमें कुछ चीजों के लिए നിന്റെ छुटकारा देगा। കുഞ്ഞുങ്ങളിൽ ചില വിടുതൽ ദൈവം അയക്കും. हमारे बच्चों को प्रभु को छुटकारा देगा। നീ ഭാരത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവം കാണുകയാണ്. जब हम कुछ बाहर के साथ परमेश्वर सम्मुख നീ बैठे हैं, വേദനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവം കാണുകയാണ്. जब हम कुछ दर्द के साथ परमेश्वर सम्मुख बैठते हैं, അതെ, ഹല്ലേലൂയ. നാളെ എന്തായി തീരുമുള്ള ചിന്തകൾ വിചാരങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. हम सबके जीवन में ऐसा विचार हो कल क्या होगा। യേശു മതിയായവൻ. प्रभु यीशु मसीह काफी है। യേശു നിനക്ക് മതിയായവൻ. प्रभु यीशु मसीह हम सबके लिए യേശു काफी है। നിന്നെ വിടുവിക്കൂ. प्रभु यीशु मसीह हम सबको യേശു छुटकारा നിന്നെ देगा। രക്ഷിക്കൂ. प्रभु यीशु मसीह हम सबको യേശു रक्षा നിന്നെ करेगा। സഹായിക്കൂ. प्रभु यीशु मसीह हमारे साथ അവന്റെ रहेगा। അടുക്കൽ വന്ന ആരെയും അവൻ വെറുതെ വിട്ടിട്ടില്ല. प्रभु यीशु मसीह के सम्मुख जो आए कभी खाली नहीं। അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. जिन्होंने उसकी ओर देखा उसका मुख प्रकाशित അവരുടെ हुआ, മുഖം ലജ്ജിച്ചു പോയില്ല. उसका मुख कभी लज्जित नहीं നീ हुआ। ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. तुम्हें कभी लज्जित प्रभु होने നീ नहीं देगा। വിശ്വസിച്ചിരുന്ന നിന്റെ വലങ്കരത്തിൽ അവൻ പിടിച്ചിട്ടുണ്ട്. तेरे दाहिने हाथ को प्रभु यीशु मसीह पकड़ा हुआ है। എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, लेकिन पवित्र आत्मा कहता നിന്റെ है പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വാ. उसके जो पीछे उसके वचन जो पीछे ना നീ हटे, ആദ്യ സ്നേഹത്തിലേക്കൊന്ന് കടന്നു വാ. उसके जो स्नेह की ओर हम आए। ദൈവത്തെ നീ മുറുകെ പിടിക്കുക. प्रभु यीशु मसीह को हम कसकर पकड़े ഈ रहे। വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन के द्वारा हमें प्रभु आशीष दे। ആമേൻ.